വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലും സർപ്രൈസിങ്ങും ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുള്ളൊരു ചേച്ചീൻ്റെ റിയാക്ഷനാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ മൂവിങ് ഓൺ, നമ്മുടെ സ്പെഷ്യൽ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആ ആൾ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി നിർത്തിയത് ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ട്രെയിൻ 20 minutes ഡിലേ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റിലീസൊക്കെ മേടിച്ച് അവിടെ അതൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. ആൻഡ് ഫൈനലി ആൾ എത്താൻ പോവുകയാണ്. അങ്ങ് ദൂരെ നിന്നൊരു ട്രെയിൻ വരുന്ന കാണില്ലേ, ആ ട്രെയിനിൽ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാന്നല്ലേ, ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പിന് ശേഷം എൻ്റെ ചേട്ടായി വർക്ക് ഫ്രം ഹോം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. സോ ചേട്ടായിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇന്ന് സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ട്രെയിൻ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന സമയത്ത് ഇത് ഇങ്ങനെയും ഒന്ന് നിർത്തി ചേട്ടായി ഒന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു മനസ്സിൽ. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ടാണെന്നറിയില്ല, കാണാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നു. സോ അങ്ങനെ ഫൈനലി ചേട്ടായി എത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ ചേട്ടായിനെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. നമ്മൾ വണ്ടി ഇട്ടിരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയയിലായിരുന്നു. സോ നമ്മൾ എല്ലാവരും ലഗേജൊക്കെ ആയിട്ട് തിരിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ വീഡിയോയിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഓടുന്ന എൻ്റെ പപ്പയുണ്ട് നിങ്ങൾ കാണുന്നത്. സോ അതിനുശേഷം നമ്മൾ നടന്ന് വണ്ടീൻ്റെ അടുത്ത് എത്താറായി. അങ്ങോട്ട് നോക്കൂ, സൈഡിലേക്ക് ചേട്ടായി വന്നിറങ്ങിയ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ ആരും തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കോഴിക്കോട് തന്നെയുള്ള സൂഫി മന്തിയിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അവിടെ നല്ല രസമായിരുന്നു. അവിടെ നല്ല എസ്തെറ്റിക് ലുക്കുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇറ്റ് വാസ് യമ്മി. പിന്നെ ചേട്ടായി വന്നത് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ നല്ല ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ വേറെ എവിടെയും പോകാൻ നിന്നില്ല, തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി.